ഈ തെരഞ്ഞെടുപ്പ് വളരെ വലിയ പ്രാധാന്യമുള്ളതാണ്. വളരെ ശ്രദ്ധിച്ചും പരിശോധിച്ചുമൊക്കെ വോട്ട് ചെയ്യണം. വോട്ടുകൾ വിലപ്പെട്ടതാണ് എന്നൊക്കെ എല്ലാ തെരഞ്ഞെടുപ്പിലും നമ്മൾ പറയാറ്. സാധാരണ നമ്മൾ പറയാറുള്ളത് പോലെ പുലി വരുന്നത് എന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അവസാനം പുലി വന്നത് ഇപ്പോഴാണ്. നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ രാജ്യം ഇതുവരെ നേരിട്ട തെരഞ്ഞെടുപ്പിനേക്കാളും വളരെ വലിയ പ്രസക്തിയും പ്രാധാന്യവും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ വോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടത് ഒരു മുന്നണിയെ അധികാരത്തിൽ നിന്ന് മാറ്റി മറ്റൊരു മുന്നണിയെ അധികാരത്തിൽ എത്തിക്കാനാണ്. പാർട്ടികളുടെ അധികാര കസേരകൾ മാറ്റാനും മറിക്കാനും ഒക്കെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ തെരഞ്ഞെടുപ്പിനോട് നേരിട്ടത്. ഇത്തവണ നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇനി രാജ്യത്ത് തെരഞ്ഞെടുപ്പ് വേണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കാൻ വിധി നിർണായകം എന്ന് പറയുന്നത് ഇവിടെയാണ്. സ്വാതന്ത്ര്യം ലഭിച്ച് ഏറെ പതിറ്റാണ്ടോളം ഇന്ത്യ രാജ്യം ഇങ്ങനെ നിലനിൽക്കുന്നു. ഇങ്ങനെ തന്നെ ഇന്ത്യ രാജ്യം വീണ്ടും നിലനിൽക്കണമോ വേണ്ടയോ എന്ന് ഈ തെരഞ്ഞെടുപ്പാണ് തീരുമാനിക്കുന്നത്. അതിന് കാരണം 65 കൊല്ലം 6 പതിറ്റാണ്ട് തുടർച്ചയായി ഇന്ത്യ രാജ്യം കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ട്. ആ 65 കൊല്ലത്തെ ഭരണത്തിലേക്ക് ഇന്ത്യ എന്ന മഹത്തായ ആ ദൗത്യത്തിന് ഒരു പരിക്കും പറ്റാതെ കോൺഗ്രസ് സംരക്ഷിച്ചിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്തോട് ലോകത്തിന് മുമ്പിൽ കൈവെട്ടി പിടിച്ചു നിൽക്കുന്നത് ഇവിടുത്തെ ബഹുസ്വരത കൊണ്ടാണ്. നൂറുകണക്കിന് വരുന്ന സംസ്കാരങ്ങളും ജാതികളും മതങ്ങളും വേഷങ്ങളും ഭാഷകളും ഒക്കെ കലർന്നിരിക്കുന്ന ഇന്ത്യ രാജ്യം ലോകത്തിനുള്ള അത്ഭുതമാണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളും പ്രതിഭാസങ്ങളും ഉള്ള രാജ്യത്ത് ജനങ്ങൾ പരസ്പര സ്നേഹത്തോടും വിശ്വാസത്തോടും ബഹുമാനത്തോടും ജീവിക്കുന്നു.